ആയിരിക്കണം. എത്രത്തോളം ഒരാൾ ഉയരത്തിലേക്ക് പോകും തോറും അത്രത്തോളം എളിമ എങ്ങനെ ഉണ്ടാവാം, വിനയം എങ്ങനെ ഉണ്ടാവാം എന്ന് നമ്മളെ പഠിപ്പിക്കുന്ന കേരള നിയമസഭയുടെ ആരാധ്യനായ ഉപാധ്യക്ഷൻ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ ചിറ്റയം ഗോപകുമാർ അവർ വാക്കുകളുടെ നാഥൻ അല്ലെങ്കിൽ മലയാള ഭാഷയെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള, മലയാള ഭാഷയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുള്ള, നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ള ഡോക്ടർ പഴകുളം സുഭാഷ് സാർ, എഴുത്തുകാരിയായിട്ടുള്ള ശശികല 2 പുസ്തകങ്ങളാണ് എഴുതിയിട്ടുള്ളത്, ഉള്ളെഴുത്തും മനപ്പെയ്ത്തും. അതുപോലെ നോവലിസ്റ്റ് ബദരി പുനലൂർ, ബദരിയുടെ പുസ്തകം തിരുവനന്തപുരത്ത് വെച്ച് ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വീനസ് ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകം പ്രസിദ്ധീകരിച്ചത്. പ്രകാശനം ചെയ്തത് വലിയൊരു സാംസ്കാരിക സദസ്സിൽ വെച്ചാണ് തിരുവനന്തപുരത്ത് YMCA അത് പ്രകാശനം ചെയ്തത്. ചുവന്ന ആത്മാവെന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അതുപോലെ വനത്തിൽ ആരോരുമില്ലാതെ നിരാലംബരായി കഴിയുന്ന മനുഷ്യർക്ക് ഈ കോവിഡ് കാലത്തും മറ്റും ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കാനില്ലാത്തിടത്ത് ഒരു കൊച്ചു പെൺകുട്ടി, വള്ളിക്കോട് വാഴമുട്ടം സ്വദേശിനിയായിട്ടുള്ള ഒരു പെൺകുട്ടി, അതിനെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ കാട്ടിനകത്തൂടെ, പുലിയും ആനയും ഒക്കെയുള്ള കാട്ടിനകത്തൂടെ ആനയും പുലിയും ഒന്നും വകവെക്കാതെ ഒരു കൊച്ചു പെൺകുട്ടി ചാക്ക് അരിയൊക്കെ ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകുന്ന ആ പെൺകുട്ടി എന്നും എനിക്കൊരു അത്ഭുതമാണ്. ആ പെൺകുട്ടിയുടെ സംഘടനയുടെ പേര് സ്നേഹപ്പച്ച എന്നാണ്. ആ പെൺകുട്ടി സ്നേഹപ്പച്ച എന്നുകൂടി പേരിന്റെ കൂടെ ചേർത്ത് രേഖ സ്നേഹപ്പച്ച എന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെ വനത്തിലെല്ലാം കയറി ഇറങ്ങി ഒരുപാട് വനവാസികളെ സഹായിക്കുന്നു, ഒന്നും കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു, വസ്ത്രം കൊടുക്കുന്നു. ഒക്കെ ഞാൻ വിചാരിച്ച വലിയ പൈസക്കാരിയായിരിക്കും. ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ കൊണ്ട് ആകെ 2 മുറിയുള്ള ഒരു കൊച്ചു വീട്. അപ്പൊ ഞാൻ ആലോചിച്ചു, അവരനോട് കരുതലുണ്ടാവാൻ വലിയ ധനമൊന്നും വേണ്ട, മനസ്സ് മാത്രം മതി. അപ്പോൾ രേഖയോടുള്ള എനിക്കിഷ്ടം. അതുപോലെ നമ്മളൊക്കെ പ്രഭാഷണത്തിലൂടെ ഇങ്ങനെയൊക്കെ വലിയ കാര്യങ്ങൾ പറയുമെങ്കിലും അത് പ്രാവർത്തികമാക്കാൻ വലിയ പ്രയാസമാണ്. അത് പ്രാവർത്തികമാക്കിയ ആളാണ് രേഖ. രേഖ ബഹുമാനായ ഡെപ്യൂട്ടി സ്പീക്കർ പറഞ്ഞതുപോലെ മനസ്സിൽ കവിതയും കലയുമുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും അങ്ങനെ തന്നെയുള്ളവരാണ്. മുരളി സാറ് എന്നെ 30 വർഷമായിട്ട് എനിക്കറിയാം. ഉണ്മമാസിക ഉൾപ്പെടെയുള്ള ഒരുപാട് പ്രസിദ്ധീകരണങ്ങളിൽ മുരളിയൻ കുടശനാട് എന്ന പേരിൽ എഴുതുന്ന വ്യക്തിയാണ്. അതുപോലെ ശ്രീ പഴകുളം ശിവദാസൻ ജി, അദ്ദേഹം എൻ്റെ സഹോദര തുല്യനാണ്. ഞങ്ങൾ ഒരേ മുറിയിൽ പൂനെയിൽ ഏറെക്കാലം ഒരുമിച്ച് താമസിച്ച് ഉണ്ടിറങ്ങി ജീവിച്ചവരാണ്. പി ഗാന്ധി ഭവന്റെ, കസ്തൂർബ ഗാന്ധി ഭവന്റെ ഇവിടുത്തെ എല്ലാമാണ്. അതുപോലെ രാജ് ചിട്ടി ഫണ്ട് പദ്ധതി നടത്തിക്കൊണ്ടിരുന്നു ശ്രീ രാജേന്ദ്രനും. അതുപോലെ ശ്രീ സതീഷ് സാർ കേരളമുതിരെ ചീഫായിരുന്നു. ഒരു 10-25 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ അദ്ദേഹത്തെ കാണുന്നത്. അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് DYFയുടെ നേതാവായിരുന്ന ശ്രീ ഹർഷകുമാർ, അതുപോലെ കവി ശ്രീ അടൂർ രാമകൃഷ്ണൻ, അതുപോലെ JNB തെങ്ങമ്മ. ഇപ്പോൾ ഓൺലൈൻ മീഡിയകളിൽ എല്ലാ വാർത്തകളും അന്നേരം നമ്മളെ എത്തിക്കുന്ന മാധ്യമപ്രവർത്തകനാണ് ശ്രീ JNB തെങ്ങമ്മ. അതുപോലെ നീന ഉൾപ്പെടെയുള്ള മുരളി പണിക്കരെ എത്തിയേട്ടൻ, അതുപോലെ ശ്രീ ഷാജി, പുതിയ മുടി പൊഴിയാതിരിക്കാനുള്ള പുതിയ മരുന്നുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. വിജയമ്മ ടീച്ചർ മലയാളം അധ്യാപികയാണ്. അങ്ങനെ ധാരാളം പേര് ഇവിടെ തന്നെ ഉണ്ട്. സോമൻ ചേട്ടൻ ഈ സ്ഥാപനത്തിന്റെ എല്ലാവരെയും നട്ടുച്ച സമയത്ത് കവിതയെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റിയ ഒരു സമയമല്ല. മനപ്പെയ്ത്ത് പേര് തന്നെ മലയാളത്തിന് പുതുമയുള്ള ഒരു പേരാണ്. മനപ്പെയ്ത്ത് എന്ന് പറയുന്നത് പുതിയൊരു കോയിനേജാണ്. 2 വാക്കുകൾ ചേർത്ത് വെച്ചാൽ മൂന്നാമതൊരു വാക്കല്ല, ഒരു നക്ഷത്രമാണ് ഉണ്ടാകുക എന്ന് എഴുതിയത് വിക്ടോറിയൻ കാലത്തെ പ്രഗത്ഭനായ ഇംഗ്ലീഷ് കവി റോബർട്ട് ബ്രൗണിംഗ് ആണ്. ഔട്ട് ഓഫ് 3 sounds he framed not a 4th sound but a star എന്ന ആർട്ട് ഗൂഗിളർ എന്ന കവിതയിൽ എഴുതി. 2 വാക്കുകൾ ചേർത്ത് വെച്ചാൽ മൂന്നാമതൊരു വാക്കല്ല, ഒരു നക്ഷത്രമാണ് ഉണ്ടാവുക എന്ന് നമുക്ക് മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്യാം. മനപ്പെയ്ത്ത് ശരിക്കും പറഞ്ഞാൽ പുതിയൊരു വാക്കാണ്, ശബ്ദധാരാവലിയില്ലാത്തൊരു വാക്ക്. ഇനി ഗ്രാമർ അറിയാവുന്ന സുഭാഷ് സാറിനെ പോലുള്ളവർ മനപ്പെയ്ത്ത് എന്നുള്ള വാക്ക് നോക്കിയാൽ, ഗ്രാമർ രീതിയിൽ നോക്കിയാൽ അത് തെറ്റായൊരു വാക്കുമാണ്. കാര്യം മൻ എന്നാൽ അത് ഹിന്ദിയിൽ നിന്ന് വന്ന വാക്കാണ്. പെയ്ത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ ദ്രാവിഡ ഭാഷയായ തമിഴിൽ നിന്നും കടന്നു വന്നിരുന്ന വാക്കാണ്. 2 വാക്കുകൾ ചേർത്ത് വെക്കുമ്പോൾ മലയാളത്തിലെ വിജയമ്മ ടീച്ചർക്കറിയാം അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്.
മനപ്പെയ്ത്ത് മൻ എന്നത് ഹിന്ദി വാക്കും സംസ്കൃത ഭാഷയിൽ നിന്ന് വന്ന വാക്കും പെയ്ത്ത് എന്നുള്ളത് ശുദ്ധ ദ്രാവിഡ വാക്കുമായതുകൊണ്ട് ദ്രാവിഡ വാക്കും സംസ്കൃത വാക്കും ചേർത്ത് വെക്കരുത് എന്ന് വൈയാകരണന്മാർ പറഞ്ഞാൽ പോലും മനപ്പെയ്ത്ത് നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്ന പുതിയൊരു നല്ലൊരു വാക്കാണ്. നമ്മൾ ഹൃദയം കൊണ്ട് അത് കാണുക, തലച്ചോറ് കൊണ്ട് കാണുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ കവിത എപ്പോഴും സുഭാഷ് സാറ് വീണ്ടും വീണ്ടും പേർത്തും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന പോലെ കവിതയിൽ അതെ പോയറ്റിക് ലൈസൻസ് അത് തന്നെയാണ് സുഭാഷ് സാർ പറഞ്ഞത്. കവിക്ക് കവിയുടേതായ ലൈസൻസ് എന്തും എഴുതാനുള്ള ലൈസൻസ് ഉണ്ട്. കാർട്ടൂണിസ്റ്റുകളെ പോലെ തന്നെ അതെ കവി സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ ആ കവി സ്വാതന്ത്ര്യം കൊണ്ട് മനപ്പെയ്ത്ത് എന്ന് പറഞ്ഞ മലയാളത്തിന് പുതിയൊരു വാക്കുകൂടിയാണ് ഈ കവിതാ സമാഹാരത്തിന് ഒപ്പം സംഭാവന ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൂടി പെട്ടെന്ന് ആദ്യ വായനയിൽ തന്നെ തോന്നിയ കാര്യമാണ്. എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കവിതകളിലൊന്ന് പെണ്ണത്വവും നീയും ഞാനുമാണ്. നീ പറഞ്ഞാൽ പെയ്യുന്ന വാനം, നീ പറഞ്ഞാൽ നിലയ്ക്കുന്ന ലോകം എന്നുള്ള ആ വരികൾ നല്ല ശക്തമായ വരികൾ തന്നെയാണ്. ഇന്ന് കവിത കെട്ടുപോകുന്ന കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കവിത ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ബൈബിൾ ഇഷ്ടപ്പെടാനൊക്കില്ല. കവിത ഇഷ്ടപ്പെടില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് രാമായണം ഇഷ്ടപ്പെടാനാകില്ല. കവിത ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മഹാഭാരതം വായിക്കാനേ ഒക്കില്ല. എല്ലാം കവിത തന്നെയാണ്. മനുഷ്യന്റെ മനസ്സിൽ കവിതയില്ലാതാകുന്ന കെട്ട കാലത്ത് ഇരുന്നുകൊണ്ടാണ് നമ്മൾ MDMA കുറിച്ചും പലതരത്തിലുള്ള ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ കുറിച്ചും ഒക്കെ ചർച്ച ചെയ്യേണ്ടി വരുന്നത്. കവിത കെട്ട മനസ്സിന്റെ വിഫലതയിൽ നിന്നുകൊണ്ടാണ് നമുക്ക് അത്തരം ചിന്തകൾ വരുന്നത്. ഇന്ന് ഭാഷയുടെ